അമേരിക്കയും ഇറാനും ഇപ്പൊ ഒപ്പുവെച്ചിരിക്കുന്ന ആ ഒരു കരാറുണ്ടല്ലോ, അതൊരു സമാധാനത്തിനുള്ള കരാറല്ല. പകരം ഓയിൽ ഷോർട്ടേജ് വന്നതിനെ ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പണിയാണെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ ആ ഒരു ജെ ഡി വാൻസ് തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ജെ ഡി വാൻസ് തന്നെ പറയുന്നതാണ്, അത് തുറന്ന് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ പറയുന്നൊന്നും അല്ല, അത് അങ്ങനെ പറയുന്നതാണ്. അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാവേ. So I think what the president has told us to do is use this MOU to sort of refill the world's oil economy. Yeah. To refill some stocks and then to see where the hand is. അപ്പൊ ഇതാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോ ഈ ഒരു യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഓയിൽ ഷോർട്ടേജ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക, അതേപോലെ തന്നെ അതിനൊന്ന് റീഫിൽ ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പല ലോകരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടി എന്നാണ് പറയുന്നത്. അപ്പോ പല രാജ്യങ്ങളിൽ നിന്നുള്ളത് ഇൻക്ലൂഡിങ് യൂറോപ്പും കൂടിയാണത്. കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ വലഞ്ഞത് യഥാർത്ഥത്തിൽ യൂറോപ്പാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രൈസ് ഹൈക്കിനെ കുറിച്ച് സംസാരിക്കുമെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും കൂടുതലാണ്. അത്രയും പ്രൈസ് ഉണ്ട് ചില രാജ്യങ്ങളിൽ ഈ പെട്രോളിനും അതേപോലെ തന്നെ ഡീസലിനും. പിന്നെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ ആക്ച്വലി പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി വേറെയാണ്. പാറകൾക്കടിയിൽ കുടുങ്ങി കിടക്കുന്ന പെട്രോളിനെ പാറ പൊട്ടിച്ച് അതിനകത്തുനിന്ന് പുറത്തെടുത്തുകൊണ്ട് വരണം. അപ്പൊ അതിന്റെ പ്രൈസ് കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആഗോള വിപണിയിലെ പ്രൈസ് അവർ ഫോളോ ചെയ്യുന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ ഷിപ്പിംഗ് കോസ്റ്റ് ഇതെല്ലാം കുറച്ച് കൂടുതലാണ്. പക്ഷെ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് സാധനം കിട്ടും. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ഖത്തറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഖത്തറില് എത്രയാണ് അവർക്ക് കൊടുക്കാമെന്നുള്ള കരാറ് അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷെ ഈ അമേരിക്കയിൽ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ചില ബെനിഫിറ്റുകളും അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങളും ഈ പറയുന്ന പ്രതിസന്ധികളും വന്നപ്പോ പല രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദത്തിന്റെയും കൂടെ ഫലമായിട്ടാണ് അമേരിക്ക തോൽവി സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു എംഒയുയിലേക്ക് അത് സമ്മതിച്ചേ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ജെ ഡി വാൻസ് പറയുന്നത്. അപ്പൊ ഇതിനെ വേറൊരു തരത്തിൽ യഥാർത്ഥത്തിൽ ന്യായീകരിക്കുന്ന രീതി കൂടിയാണത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ലോകത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക തോറ്റു എന്നാണല്ലോ, തോറ്റുപോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അമേരിക്ക തോറ്റുപോയതല്ല, തോറ്റു കൊടുക്കായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ജെ ഡി വാൻസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിമിംഗ് അനാലിസിസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടും. അതായത് തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വ്യവസ്ഥകളിലേക്ക് അമേരിക്ക എത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ലോകത്തിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണ്. അത് ലോകത്തിനെ ഞങ്ങൾ കൺസേൺ ആയിട്ട് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഓയിലിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരികയും ഓയിൽ സപ്ലൈ പ്രശ്നമായിട്ട് തുടരുകയും ചെയ്യായിരുന്നു. പക്ഷെ അത് ഉണ്ടാവാൻ പാടില്ല. ലോകത്തിലെ ഓയിൽ എല്ലാം നമ്മളത് റീഫിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊന്നും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എംഒ യൂസ് ചെയ്തത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ തോറ്റുപോയി എന്ന് എല്ലാവരും പറയെങ്കിലും അതങ്ങനെ തോൽവി അങ്ങനെയൊന്നും അല്ല. 60 ദിവസം എന്ന് പറയുന്ന ഒരു റീഫില്ലിംഗ് സമയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണത് എന്നുള്ള ലെവലിലാണ് യഥാർത്ഥത്തില് ഈ ജെ ഡി വാൻസ് പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തില് എന്താ പറയാ, ഇനിയിപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇതിന് ശേഷം ഇവർക്ക് വലിയ മാസീവ് ആയിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓൾറെഡി ഈ മുടങ്ങിക്കിടന്ന സപ്ലൈ, അതായത് ഹോർമോസ് ബ്ലോക്ക് ചെയ്തത് കുറച്ച് ഡാമേജ് എക്കോണമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും. ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിന്റെ ഈ അലയൊലികളുണ്ട് യഥാർത്ഥത്തില്. അപ്പൊ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയും വീണ്ടും ഹോർമോസ് അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ആ ഡാമേജിന്റെ മേലെ വീണ്ടും ഒരു അടിയും കൂടെ കിട്ടുന്ന രീതിയിലാണ്. അതായത് മറ്റേ എന്താ പറയാ, പാമ്പ് കടിയേറ്റവന്റെ തലയിൽ തേങ്ങ വീണു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇവർക്ക് ഈ യുദ്ധത്തിന് പുനരാരംഭിക്കാൻ പറ്റും? ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഉണ്ടാക്കിയ ഡാമേജ് വീണ്ടും എസ്കലേറ്റ് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇറാൻ ആക്ച്വലി ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് ഈ എംഒയു എന്ന് പറയുന്നത് അത് തുടരാനുള്ളതേ ആയിരിക്കത്തില്ല. ചില കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കാനും ചില കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാനും ഉള്ള ഒരു 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 ബ്രീത്തിങ് ടൈമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നുള്ളത് ഇറാനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ
മാക്സിമം MOU സൈൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ അങ്ങ് വിട്ടുകൊടുത്ത് എല്ലാം അങ്ങ് സോൾവ് ആക്കുന്ന നിലയിലേക്ക് ഇറാനും കിടക്കുന്നില്ല. അത് ഹോർമൂസിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഹോർമൂസിലൂടെ കപ്പലുകൾ ഇനി ഒഴുകി തുടങ്ങും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകളിലേക്ക് എത്താൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നിരുന്നാൽ കൂടെ ഹോർമൂസിന്റെ കൺട്രോൾ വിട്ടുകൊടുക്കാൻ ഇറാൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ വേറെ കപ്പൽ ചാലിലൂടെ പോകാൻ ശ്രമിച്ച കപ്പലുകളെ ആക്രമിക്കുന്നത് തൊട്ട് ഹോർമൂസിലെ ടോള് പിരിക്കുന്നത് മുതലുള്ള കാര്യങ്ങളില് ഇറാന്റെ അനുമതിയും ഇറാനോട് സംസാരിക്കാതെ ഈ ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകുന്നില്ല എന്നുള്ള നിലയ്ക്കും ഇറാൻ അതിന്റെ പിടി മുറുക്കിയിട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടെ കാണണം. കാരണം 60 ദിവസത്തിന് അപ്പുറം യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു ആന്റിസിപ്പേഷൻ യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോ അവിടെ അമേരിക്കയെ കൂടുതൽ കളിക്കാൻ അനുവദിക്കാതെ അമേരിക്കയെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പോലെ, നിങ്ങളെ ഇത്രയും കാലം വിശ്വസിച്ചതുപോലെ ഇനി വിശ്വസിക്കില്ല എന്ന നിലപാടിലേക്കും കൂടെ ഇറാനും എത്തുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണ് ഈ പറയുന്ന 60 ദിവസത്തെ ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഓയിൽ ട്രേഡിന് വേണ്ടി മാത്രം, ഓയിൽ റീഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത്. ഈ 60 കഴിഞ്ഞ ഈ യുദ്ധത്തിന്റെ സമയത്ത് ഇറാന്റെ ഓയിൽ വിറ്റിട്ടില്ല. ഇപ്പൊ മാക്സിമം ഇറാന്റെ ഓയിൽ വിൽക്കുന്നുണ്ട്, ചൈനക്ക് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഇറാന്റെ യുദ്ധമുഖങ്ങളും എല്ലാം ഇപ്പോഴും തയ്യാറാക്കി അതിനെ 90-95% അവർ വീണ്ടും അതിനെ റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ ഏകദേശം വിളിച്ച് പറയുന്ന രീതിയിലേക്ക് ഒരു പ്രസ്താവനയുമായിട്ട് ഈ JD വാൻസ് വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.